പട്ടികവർഗ മെഗാ രേഖ അദാലത്ത് ഞായറാഴ്ച നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. ഈ പറഞ്ഞ 10,000-ഓളം ആദിവാസികളിൽ 7,000-ഓളം ആളുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. കാരണം 2-3 പ്രാവശ്യവും പോയിട്ടും കാണാത്ത ആളുകളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരും കൂടി വരും സ്വാഭാവികമായിട്ട്. എങ്ങനെയായാലും നമ്മളൊരു 3,500-ഓളം ആളുകളെ നമ്മൾ ഈ പറഞ്ഞ ലേഖയിൽ പങ്കെടുക്കുന്നവരും 500-ഓളം വളണ്ടിയർമാരും അടക്കുന്ന 4,000-ഓളം പേരുടെ ഒരു സംഗമമാണ് വാസ്തവത്തിലുള്ളത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ അലോപ്പതി ക്യാമ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ക്യാമ്പുണ്ട്, ഹോമിയോയുടെ ക്യാമ്പ്. ഈ 3 ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ, ആയുഷിൻ്റെ നേതൃത്വത്തിൽ ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, അതുപോലെ പിന്നെ എല്ലാം ഈ 3 വിഭാഗത്തിൻ്റെയും ക്യാമ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി വിഭാഗങ്ങളിലുള്ളവർക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്നതിനായുള്ള മെഗാ രേഖാ അദാലത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 10-ന് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്യുന്ന രേഖാ അദാലത്തിൽ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ രേഖകൾ കൈമാറുമെന്നും ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. അറിയിച്ചു. 168 ഉന്നതികളിൽ നിന്നായി ആദിവാസികളെ എത്തിക്കുന്നതിനായി വാഹന സൌകര്യങ്ങളടക്കം വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതികളിലുള്ളവരെ വനം വകുപ്പിന്റെ വാഹനങ്ങളിലാണ് എത്തിക്കുന്നത്. അദാലത്തിനെത്തുന്നവർക്ക് പ്രഭാത ഉച്ചഭക്ഷണ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാന രേഖകളില്ലാത്തതിന്റെ പേരിൽ സർക്കാർ ക്ഷേമ പദ്ധതികളിലടക്കം ഉൾപ്പെടാതെ പോകുന്ന നിലമ്പൂർ ഉൾവനത്തിലടക്കമുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിനാണ് മെഗാ അദാലത്ത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൌണ്ട് അടക്കമുള്ള 11 രേഖകളാണ് നൽകുക. നിലമ്പൂർ നഗരസഭ, വഴിക്കടവ്, പോത്തുകൽ, എടക്കര, ചുങ്കത്ര, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലുള്ള ആദിവാസി വിഭാഗങ്ങൾക്കാണ് ക്യാമ്പ്. രേഖകൾക്കായി എത്തുന്നവർക്ക് മെഡിക്കൽ ക്യാമ്പും മരുന്നുകളും വിതരണം ചെയ്യും. നിയോജക മണ്ഡലത്തിലെ 7,000-ഓളം പട്ടികവർഗ വിഭാഗക്കാരെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് ആവശ്യ രേഖകളില്ലാത്തവരുടെ പട്ടിക തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിൽ സമഗ്രമായി സർവേ നടത്തി ആവശ്യ രേഖകളില്ലാത്ത ആദിവാസി വിഭാഗങ്ങളിലുള്ള മുഴുവൻ പേർക്കും ആവശ്യ രേഖകൾ കൈമാറുന്നത്. പട്ടികവർഗ വകുപ്പ്, റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, IT വകുപ്പ് എന്നിവ ചേർന്നാണ് അദാലത്ത് നടത്തുന്നത്. അദാലത്തിനെത്തുന്നവർക്ക് സഹായവുമായി 400-ഓളം സന്നദ്ധ പ്രവർത്തകരെയും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MLA-ക്കൊപ്പം വികാസ് വിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.